ദൈവം തെറ്റുവെച്ചാലും അത് റിപ്പോർട്ട് ചെയ്യും. കേൾക്കുമ്പോൾ ഇതൊരു സിനിമയിലെ ഡയലോഗാണെന്ന് തോന്നാം അല്ലേ? അതെ, ശരിക്കും ഭയങ്കര പവർഫുള്ളായൊരു വാചകമാണത്. പക്ഷേ രാജാവെന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിരൂപമാണെന്നും രാജാവിനെതിരെ സംസാരിക്കുന്നത് ദൈവനിന്ദയാണെന്നുമൊക്കെ വിശ്വസിച്ചിരുന്നൊരു കാലത്ത് തിരുവിതാംകൂറിൽ നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുവെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അതും 100-ലധികം വർഷങ്ങൾക്ക് മുമ്പ്. അതെ അതെ. നമ്മൾ ഇന്നത്തെ കാലത്തെ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തെക്കുറിച്ചോ വിസിൽ ബ്ലോവർമാരെക്കുറിച്ചോ ഒന്നുമല്ല ഈ സ്രോതസ്സുകളിലൂടെയുള്ള വിശദമായ വിശകലനത്തിൽ സംസാരിക്കുന്നത്. പകരം സ്വന്തം ജീവനും ജീവിതവും പണയം വെച്ച് ഭരണകൂടത്തിനെതിരെ പേനയെടുത്ത ആ നിർഭയനായ മനുഷ്യനെക്കുറിച്ചാണ്. അതായത് കേരള ചരിത്രത്തിലെ മാധ്യമപ്രവർത്തകൻ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. ശരിയാണ്. ആ ഒരു വാചകത്തിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം. ഒരുപാട് ചരിത്ര പുസ്തകങ്ങളിലും പിന്നെ ഈ PSC പരീക്ഷകളുടെ സിലബസിലുമൊക്കെ നമ്മൾ ഈ പേര് എപ്പോഴും കാണാറുണ്ട്. എപ്പോഴും കാണും. അതെ. പക്ഷേ എന്താ പറയാ, പലപ്പോഴും വെറുമൊരു പേരിലോ ചില തീയതികളിലോ അത് ഒതുങ്ങിപ്പോകാറാണ് പതിവ്. ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തതെന്ന് ഈ രേഖകളിൽ നിന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ ധീരതയുടെ വ്യാപ്തി നമുക്ക് ശരിക്കും ബോധ്യപ്പെടുക. തീർച്ചയായും. കാരണം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ പൗരാവകാശങ്ങളെക്കുറിച്ചോ പ്രജാധിപത്യത്തെക്കുറിച്ചോ സാധാരണക്കാർക്ക് യാതൊരു അറിവുമില്ലാതിരുന്നൊരു കാലത്താണ് അദ്ദേഹം ഇതൊക്കെ സംസാരിച്ചു തുടങ്ങുന്നത് തന്നെ. അതെ. അപ്പോൾ ഇത്രയും ധീരനായ ഒരു മനുഷ്യൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. 1878 മെയ് 25-നാണ് അദ്ദേഹം ജനിക്കുന്നത്. നെയ്യാറ്റിൻകരയിലല്ലേ? ജനിച്ച വീടിന്റെ പേര് തന്നെ വലിയ കൗതുകമാണ്. എന്താ പറയാ, കൂടില്ലാ വീട്. അതെ, കൂടില്ലാ വീട്. ഈ കൂടില്ലാ വീട്ടിൽ നിന്ന് തിരുവിതാംകൂർ കൊട്ടാരത്തെ വിറപ്പിച്ച ഒരു പത്രാധിപരുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചരിത്രമാണ്. ശരിക്കും. വിദ്യാഭ്യാസകാലത്ത് തന്നെ അദ്ദേഹത്തിന് ഈ കലാസാഹിത്യ രംഗങ്ങളിൽ വലിയ താൽപ്പര്യമുണ്ടായിരുന്നു എന്നാണ് സ്രോതസ്സുകൾ പറയുന്നത്. ആ താൽപ്പര്യം തന്നെയാണ് വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ മാധ്യമരംഗത്തേക്ക് എത്തിക്കുന്നത്. 1901-ൽ, അതായത് തന്റെ 23-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപരായി. കേരള പഞ്ചിക അല്ലേ അത്? അതെ, കേരള പഞ്ചിക. അവിടെ അദ്ദേഹം 2 വർഷം പ്രവർത്തിച്ചു. പിന്നീടാണ് അദ്ദേഹം കൂടുതൽ ഗൗരവമായ പത്രപ്രവർത്തനത്തിലേക്ക് കടക്കുന്നത്. 1903 ജൂലൈയിൽ കൊല്ലത്ത് നിന്നിറങ്ങിയ മലയാളി എന്ന പത്രത്തിന്റെ പത്രാധിപത്യം അദ്ദേഹം ഏറ്റെടുത്തു. അവിടെയാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ പ്രശ്നം തുടങ്ങുന്നത്. ഉദ്യോഗസ്ഥരോടുള്ള കടുത്ത വിമർശനം കാരണം അദ്ദേഹത്തിന് ആ സ്ഥാനം ഒഴിയേണ്ടി വന്നു. ഇത് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം തോന്നി. എന്താണ്? ഉദ്യോഗസ്ഥരെ വിമർശിച്ചതിന്റെ പേരിൽ തുടർച്ചയായി ജോലി പോകുന്ന ഇന്നത്തെ ഈ വിസിൽ ബ്ലോവർമാരെ പോലെയല്ലേ അദ്ദേഹത്തിന്റെ ആ തുടക്കം? ശരിക്കും അതെ. പക്ഷേ ഇന്ന് അവർക്ക് ഇന്റർനെറ്റോ സമൂഹമാധ്യമങ്ങളോ ഒക്കെ ഒരു പരിരക്ഷ നൽകുമ്പോൾ അന്ന് രാമകൃഷ്ണപിള്ള തീർത്തും ഒറ്റയ്ക്കായിരുന്നില്ലേ? ഒറ്റക്കായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഒളിച്ചിരിക്കാൻ ഒരു ഇടവുമില്ലായിരുന്നു എന്നതാണ് സത്യം. അന്നൊരു വലിയ ഇരുമ്പുകട്ടയായ അച്ചടിയന്ത്രം വെച്ച് പത്രമിറക്കുമ്പോൾ ആർക്കും വന്ന എളുപ്പം പിടികൂടാമായിരുന്നു. ശരിയാണ്. ഈ മലയാളി പത്രത്തിൽ നിന്ന് രാജിവെക്കേണ്ടി വന്ന ആ സംഭവം അദ്ദേഹത്തെ നിരാശനാക്കുന്നതിനു പകരം കൂടുതൽ കരുത്തനാക്കുകയാണ് ചെയ്തത്. അവിടെ നിന്നാണ് അദ്ദേഹം സ്വന്തമായി എഴുതി തുടങ്ങാൻ തീരുമാനിക്കുന്നത്. അക്കാലത്താണ് അദ്ദേഹം കേരളൻ എന്ന തൂലികാ നാമം സ്വീകരിക്കുന്നത്. എനിക്കൊരു സംശയമുണ്ട്. ഈ കേരളൻ എന്ന പേര് സ്വീകരിച്ചത് ഒരു സംരക്ഷണ കവചമെന്ന നിലയിലായിരുന്നോ? അതായത് സ്വന്തം പേര് മറച്ചുവെച്ച് കൂടുതൽ ശക്തമായൊരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ? ഒരു സംരക്ഷണ കവചമെന്ന് പറയാൻ കഴിയില്ല. കാരണം അത് എഴുതുന്നത് രാമകൃഷ്ണപിള്ളയാണെന്ന് ഭരണകൂടത്തിന് അന്ന് നന്നായി അറിയാമായിരുന്നു. അതൊരു വലിയ പ്രഖ്യാപനമായിരുന്നു. അതായത് താൻ ഒരു വ്യക്തിയല്ല, മറിച്ച് ഈ നാടിന്റെ ആകെ ശബ്ദമാണ്, കേരളത്തിന്റെ ശബ്ദമാണ് എന്ന്. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ആ ആത്മവിശ്വാസത്തിൽ 1905-ൽ തിരുവനന്തപുരത്തു നിന്നും അദ്ദേഹം കേരളൻ എന്ന പേരിൽ തന്നെ ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചു. അതിലൂടെ അദ്ദേഹം നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്. രാജാധികാരം പ്രജകളാൽ ദത്തമാണ് എന്ന പ്രഖ്യാപനമല്ലേ? രാജാവിന് അധികാരം നൽകുന്നത് ജനങ്ങളാണ് എന്ന്. രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനതയോട് ഇത് പറയുന്നത് വലിയൊരു ഷോക്കായിരുന്നിരിക്കണം. ഭയങ്കരമായ ഷോക്കായിരുന്നു അത്. ഇത് വെറുമൊരു പ്രസ്താവനയായിരുന്നില്ല, ജനാധിപത്യം എന്ന ആശയത്തിന്റെ അടിത്തറയായിരുന്നു. ഈ കേരളൻ എന്ന പ്രസിദ്ധീകരണത്തിലൂടെയാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ ജനങ്ങളിലേക്കെത്തുന്നത് എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ആ കെ നാരായണഗുരുക്കൾ രചിച്ച നോവലുകൾ? അതെ. പാരപ്പുറം അതുപോലെ ഉദയാനു എന്നീ കൃതികൾ ഖണ്ഡശഃ പ്രസിദ്ധീകരിച്ചത് കേരളൻ മാസികയിലായിരുന്നു.
ഭരണകൂടത്തിനെതിരെയുള്ള സാഹിത്യപരമായ ഒരു മുന്നേറ്റം കൂടിയായിരുന്നു അത്. ഉം. ഈ ഒരു സമയത്തായിരിക്കണം അദ്ദേഹത്തിന് കൂടുതൽ വിശാലമായൊരു പ്ലാറ്റ്ഫോമിന്റെ ആവശ്യം ബോധ്യപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മൾ ചരിത്രത്തിൽ എപ്പോഴും കേൾക്കുന്ന ആ വലിയ പത്രത്തിലേക്ക് കാര്യങ്ങളെത്തുന്നത്. 1906 ജനുവരി 17 രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപത്യം ഏറ്റെടുത്തു. അതെ, അതോടെ അദ്ദേഹം കേരളം നിർത്തലാക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ ഈ വിവരങ്ങൾ കേൾക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? സ്വദേശാഭിമാനി പത്രം തുടങ്ങിയത് രാമകൃഷ്ണപിള്ളയാണെന്ന് വലിയ ഒരു പൊതുധാരണയുണ്ട്. എന്നാൽ അതല്ല സത്യം. 1905 ജനുവരി 19 വക്കം അബ്ദുൽ ഖാദർ മൗലവി അഞ്ചുതെങ്ങിൽ ആരംഭിച്ച ഒരു വാരികയായിരുന്നു സ്വദേശാഭിമാനി. അപ്പോൾ ആദ്യ പത്രാധിപർ വേറെ ആരെങ്കിലുമായിരുന്നോ? അതെ, CP ഗോവിന്ദപിള്ളയായിരുന്നു ഇതിന്റെ ആദ്യ പത്രാധിപർ. പിന്നീട് രാമകൃഷ്ണപിള്ള ഈ പത്രത്തിന്റെ ചുമതലയേൽക്കുമ്പോഴാണ് ഇത് ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റുന്നത്. വക്കം മൗലവി എന്ന വ്യക്തിയെ ഇവിടെ ഓർക്കാതെ പോകാൻ കഴിയില്ല, അല്ലേ? സ്വന്തമായി അച്ചുകൂടം പോലും ഇല്ലാതിരുന്ന രാമകൃഷ്ണപിള്ളയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിയത് അദ്ദേഹമാണ്. തീർച്ചയായും. വക്കം മൗലവി ഒരിക്കൽ പോലും പത്രത്തിന്റെ ഉള്ളടക്കത്തിൽ ഇടപെട്ടിട്ടില്ല. രാമകൃഷ്ണപിള്ളയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. അങ്ങനെ 1907 പത്രവും അച്ചുകൂടവും തിരുവനന്തപുരത്തേക്ക് മാറ്റി. പത്രത്തിന്റെ മുൻതാളിലുണ്ടായിരുന്ന വാക്യം ഈ രേഖകളിൽ എടുത്തു പറയുന്നുണ്ട്. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ. അതായത് ഭയമോ ചതിയോ അത്യാഗ്രഹമോ ഒരു നാടിനെയും പുരോഗതിയിലേക്ക് നയിക്കില്ല എന്ന് അദ്ദേഹം നയം വ്യക്തമാക്കി. ഈ വാക്യം അന്വർത്ഥമാക്കും വിധം തന്നെ അദ്ദേഹം ശ്രീമൂലം തിരുനാൾ രാജാവിനെയും പ്രത്യേകിച്ച് ദിവാൻ പി രാജഗോപാലാചാരിയെയും നിശിതമായി വിമർശിച്ചു. കൈക്കൂലി, അതുപോലെ സർക്കാരിന്റെ ദുഷ്യം എന്നിവയ്ക്കെതിരെ ശക്തമായ മുഖപ്രസംഗങ്ങൾ അദ്ദേഹം എഴുതി. ഇവിടെ നമ്മൾ അദ്ദേഹത്തിന്റെ ഭാര്യ കല്യാണിയമ്മയെക്കുറിച്ചും പറയണം. അവരും വെറുതെ ഇരുന്നില്ല. ശാരദ, അതുപോലെ വിദ്യാർത്ഥിനി എന്നീ മാസികകൾ അവർ പത്രാധിപയായി പ്രസിദ്ധീകരിച്ചിരുന്നു എന്നീ സ്രോതസ്സുകൾ പറയുന്നു. അതെ, അതൊരു വലിയ പോരാട്ടമായിരുന്നു. ഇതൊക്കെ ഭരണകൂടത്തെ വല്ലാതെ ആലോസരപ്പെടുത്തിയിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ തിരഞ്ഞെടുപ്പ് സംഭവം. നെയ്യാറ്റിൻകരയിൽ നിന്ന് ശ്രീമൂലം പ്രജാസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ സർക്കാർ അദ്ദേഹത്തെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി. ഇത് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ജനാധിപത്യ വഴിയിലൂടെ തോൽപ്പിക്കാൻ കഴിയില്ലാന്ന് വരുമ്പോൾ നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന ഭരണകൂടതന്ത്രം അന്നും സജീവമായിരുന്നു എന്നല്ലേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതെ, അന്നും അതൊക്കെ വളരെ കൃത്യമായി നടന്നിരുന്നു. പക്ഷെ ആ ഒഴിവാക്കൽ കൊണ്ടൊന്നും അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പകരം ഭരണകൂടവുമായുള്ള സംഘർഷം അതിന്റെ പാരമ്യത്തിലെത്തുകയാണ്. ആ വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവ സമയത്ത് നടന്നൊരു സംഭവമാണ്. സ്ത്രീകൾക്കുള്ള സ്ഥലത്ത് ദിവാൻ പി രാജഗോപാലാചാരി നടത്തിയ മോശം പെരുമാറ്റത്തെക്കുറിച്ച് രാമകൃഷ്ണപിള്ള ലേഖനമെഴുതി. അതിൽ ദിവാനെ അദ്ദേഹം ഒരു പേരിട്ടു വിളിച്ചു. ജാരഗോപാലാചാരി എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് തിരുത്താൻ രാജകൽപ്പനയുണ്ടായിട്ടും അദ്ദേഹം വഴങ്ങിയില്ല. അദ്ദേഹം കൊടുത്ത മറുപടി വളരെ രസകരമാണ്. തിരുത്താതെ കൊണ്ട് അത് അച്ചിപ്പിച്ചു, അതായത് അച്ചടിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു വലിയ ധിക്കാരമായിട്ടാണ് ഭരണകൂടം കണ്ടത്. ഇതിന്റെയൊക്കെ ഒരു പാരമ്യം എന്ന് പറയുന്നത് 1910 ഓഗസ്റ്റ് 24 എഴുതിയ ഗർഭുമായ നടത്തം എന്ന മുഖപ്രസംഗത്തിലാണ്. ആ വാക്കുകൾ ഭയങ്കരമാണ്. രാജാവിന് വിവരമുണ്ടായിരുന്നെങ്കിൽ മന്ത്രിയുടെ തൊലി കുതിരക്കാരന്റെ കവുങ്ങുകൊണ്ട് പൊളിച്ചു വിടുമായിരുന്നു എന്നദ്ദേഹം തുറന്നടിച്ചു. ഒരു രാജാവിനോട് നിങ്ങളുടെ മന്ത്രിയെ ചാട്ടവാറുകൊണ്ട് അടിക്കണമെന്ന് പറയാൻ മാത്രം ധൈര്യം കാണിച്ചൊരാൾ. ഇതിന്റെ ഫലമായിട്ടാണ് 1910 സെപ്റ്റംബർ 26 അദ്ദേഹത്തെ നാടുകടത്തിക്കൊണ്ട് വിളംബരമുണ്ടായത്. പത്രം നിരോധിച്ചു, അച്ചുകൂടം കണ്ടുകെട്ടി പൂജപ്പുര സെൻട്രൽ ജയിലിലെ വർക്ക്ഷോപ്പിലേക്ക് മാറ്റി. അതെ, ആ അച്ചുകൂടം പിന്നീട് 48 വർഷങ്ങൾക്ക് ശേഷം EMS സർക്കാരാണ് അനന്തരാവകാശികൾക്ക് തിരികെ നൽകിയത്. ശരിക്കും നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു നാട്ടിലെ ഒരു ജനപ്രിയ നേതാവിനെ ഒരു വിചാരണ പോലുമില്ലാതെ ഒറ്റ രാത്രി കൊണ്ട് നാട് കടത്തുക എന്നത് എത്രമാത്രം ഭയപ്പെടുത്തുന്നൊരു അധികാരപ്രയോഗമാണ്. കുറ്റപത്രമോ വിചാരണയോ ഇല്ലാതെയായിരുന്നു ഇത്. ബ്രിട്ടീഷ് മാതൃകയിലുള്ള നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കെ നടന്ന ഈ സംഭവം തിരുവിതാംകൂർ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറിയല്ലേ? അതെ, ആ ഭയം തന്നെയാണ് നിയമങ്ങളെ കാറ്റിൽ പറത്താൻ അവരെ പ്രേരിപ്പിച്ചത്. അങ്ങനെ സ്വന്തം നാടും പത്രവും അച്ചടിശാലയും നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആശയങ്ങളെ നാടുകടത്താൻ അവർക്ക് കഴിഞ്ഞില്ല.
പ്രവാസത്തിലും അദ്ദേഹം എങ്ങനെ സജീവമായിരുന്നു എന്ന് നോക്കാം. എവിടേക്കാണ് അദ്ദേഹം പോയത്? കുറച്ചുകാലം മദ്രാസിനടുത്ത് പെരുമേട്ടിൽ താമസിച്ചു. പിന്നീട് തരവത്ത് അമ്മാളുവമ്മയുടെ ആതിഥ്യം സ്വീകരിച്ച് പാലക്കാട്ടേക്ക് മാറി. അവിടെ വെച്ചാണ് ഒരു സുപ്രധാനമായ സംഭവം നടക്കുന്നത്. 1912 സെപ്റ്റംബർ 28-ന് മലേഷ്യൻ മലയാളികൾ പാലക്കാട് വെച്ച് അദ്ദേഹത്തിന് സ്വദേശാഭിമാനി എന്ന ബിരുദമുദ്ര സമർപ്പിച്ചു. ഓ, അങ്ങനെയാണ് ആ പേര് അദ്ദേഹത്തിന് സ്ഥിരമായി ലഭിക്കുന്നത്. 1913 മെയ് മുതൽ കുന്നംകുളത്തുനിന്നുള്ള ആത്മപോഷിണിയുടെ പത്രാധിപരായി അദ്ദേഹം മാറി. അതെ. പിന്നീട് 1915 ഭാര്യയ്ക്ക് ജോലി കിട്ടിയതിനാൽ കണ്ണൂരിലേക്ക് താമസം മാറി. പക്ഷേ നിർഭാഗ്യവശാൽ 1916 മാർച്ച് 28-ന് ക്ഷയരോഗം ബാധിച്ച് അദ്ദേഹം അന്തരിച്ചു. വെറും 37ാമത്തെ വയസ്സിൽ. പക്ഷേ ആ ചെറിയ ജീവിതകാലത്ത് അദ്ദേഹം 25ഓളം കൃതികൾ രചിച്ചുവെന്ന് കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നുകയാണ്. അതെ, അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം ഭാഗ്യധർമ്മമാണ്. പിന്നെ ബാലബോധിനി, അതുപോലെ കൃഷിശാസ്ത്രം, അംഗഗണിതം, പൗരവിദ്യാഭ്യാസം, സോക്രട്ടീസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവയാണ് മറ്റു പ്രധാന കൃതികൾ. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒന്ന്, ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രാദേശിക ഭാഷയിൽ, അതായത് മലയാളത്തിൽ, കാറൽ മാർക്സിനെക്കുറിച്ച് അദ്ദേഹം 1912 പുസ്തകമെഴുതിയെന്നതാണ്. കൂടാതെ മലയാളത്തിൽ രാഷ്ട്രപിതാവിനെക്കുറിച്ചുള്ള ആദ്യ ഗ്രന്ഥമായ മോഹൻദാസ് ഗാന്ധി രചിച്ചതും അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ വൃത്താന്ത പത്രപ്രവർത്തനം എന്ന പുസ്തകം പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള ഏക മലയാള ഗ്രന്ഥമായി അരനൂറ്റാണ്ടോളമാണ് നിലനിന്നത്. ഋഷിശാസ്ത്രവും അംഗഗണിതവും മുതൽ കാറൽ മാർക്സിനെയും ഗാന്ധിജിയെയും വരെ അദ്ദേഹം മലയാളികൾക്ക് പരിചയപ്പെടുത്തി. ഈ വിവരങ്ങളൊക്കെ വെച്ചു നോക്കുമ്പോൾ തന്റെ സമയം അവസാനിക്കുകയാണെന്നറിഞ്ഞുകൊണ്ട് ലോകത്തെ മുഴുവൻ അറിവുകളും തന്റെ ജനതയ്ക്ക് പകർന്നു നൽകാൻ ധൃതിപ്പെടുന്നൊരു മനുഷ്യനെപ്പോലെയല്ലേ ഇത്? ശരിക്കും അതേപോലെയാണ് അനുഭവപ്പെടുന്നത്. 37-ാം വയസ്സിൽ അദ്ദേഹം മരിച്ചെങ്കിലും ചരിത്രം അദ്ദേഹത്തിനായി കാത്തുവെച്ച ചില അവിശ്വസനീയമായ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ തീർച്ചയായും വിശകലനം ചെയ്യണം. തീർച്ചയായും. അതിലൊന്ന്, തിരുവനന്തപുരം ഭാവിയിൽ കേരളത്തിന്റെ തലസ്ഥാനമാകുമെന്ന് അന്ന് തന്നെ പ്രവചിച്ചത് അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ബി കല്യാണിയമ്മ മെട്രിക്കുലേഷൻ ജയിച്ച തിരുവനന്തപുരത്തെ ആദ്യ നായർ സ്ത്രീയായിരുന്നു. അവർ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ കൃതിയാണ് വ്യാളവട്ട സ്മരണകൾ. അതെ, മകൾക്ക് ഗോമതി എന്ന് പേരിട്ടത് തന്നെ ഗോശ്രീ, അതായത് കൊച്ചി, പിന്നെ മലബാർ, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങളുടെ പേരിന്റെ ആദ്യാക്ഷരങ്ങൾ ചേർത്താണ്. ആദ്യകാല കോൺഗ്രസ് നേതാവായിരുന്ന ബാരിസ്റ്റർ AK പിള്ള അദ്ദേഹത്തിന്റെ മരുമകനായിരുന്നു. പക്ഷേ ഇതിലെല്ലാം ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട ആ സംഭവം നടക്കുന്നത് 1948 സെപ്റ്റംബർ 26-നാണ്. അദ്ദേഹത്തിന്റെ അസ്ഥികാവശിഷ്ടങ്ങൾ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. ഇതിന്റെ കമ്മിറ്റി സെക്രട്ടറി DC ഗ്രെക്കേമുറിയായിരുന്നു. അതെ, ആ അസ്ഥികാവശിഷ്ടങ്ങൾ തിരുവനന്തപുരത്ത് ഏറ്റുവാങ്ങിയത് S വരദരാജൻ നായരായിരുന്നു. ആരായിരുന്നു ഈ വരദരാജൻ നായർ എന്നറിയുമ്പോഴാണ് ഇതിലെ അത്ഭുതം നമ്മൾ മനസ്സിലാക്കുക. സാക്ഷാൽ ദിവാൻ P രാജഗോപാലാചാരിയുടെ, അതായത് അദ്ദേഹത്തെ നാടുകടത്തിയ ആളുടെ സ്വന്തം മകനായിരുന്നു അദ്ദേഹം. ഏത് ദിവാനാണോ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത്, അതേ ദിവാന്റെ സ്വന്തം മകൻ തന്നെ അദ്ദേഹത്തിന്റെ അസ്ഥികാവശിഷ്ടങ്ങൾ സ്വന്തം മണ്ണിലേക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നത് കാലം നൽകിയ എത്ര വലിയൊരു മറുപടിയാണ്. ഇതിലും വലിയൊരു കാവ്യനീതി ചരിത്രത്തിൽ വേറെയുണ്ടോ? ഇല്ലാന്ന് തന്നെ പറയാം. പിന്നീട് 1957 ഓഗസ്റ്റ് 13-ന് അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരുവനന്തപുരത്ത് സ്വദേശാഭിമാനിയുടെ പ്രതിമ അനാവരണം ചെയ്തു. മാധ്യമരംഗത്തെ മികവിന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. അതെ, അതിന്റെ ആദ്യ ജേതാവ് ടി വേണുഗോപാലാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ജന്മഗൃഹമായ ആ കൂടില്ലാ വീട് 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങി തിരുവനന്തപുരം പ്രസ് ക്ലബിന് നൽകിയത് നടൻ സുരേഷ് ഗോപിയാണെന്നും നമ്മുടെ ഈ സ്രോതസ്സുകൾ പറയുന്നു. അതെ, കാലം ആ ധീരനെ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് എന്നതിന്റെ തെളിവുകളാണിവയെല്ലാം. സ്രോതസ്സുകളിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അധികാരത്തിന്റെ ഹുങ്കിനു മുന്നിൽ പേനകൊണ്ട് കോട്ട കെട്ടിയ സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ളയുടെ ജീവിതം നമ്മൾ കണ്ടു. ഈ വിവരങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചോദ്യം ഞങ്ങൾ ബാക്കിവെക്കുന്നു. വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഇന്നത്തെ ഈ വേഗതയേറിയ കാലത്ത് ശരിയുടെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടി മാത്രം സ്വന്തം നാടും വീടും ഉപേക്ഷിക്കേണ്ടി വന്നാൽ അങ്ങനെയൊരു വില കൊടുക്കാൻ ഇന്നത്തെ കാലത്ത് നമ്മളിൽ എത്ര പേർ തയ്യാറാകും? രാമകൃഷ്ണപിള്ളയുടെ ആ വിട്ടുവീഴ്ചയില്ലാത്ത സത്യസന്ധതയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. വീണ്ടും കാണാം.